നമസ്കാരം. ടുഡേസ് റിയാദിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത് ചിറാപ്പുഞ്ചി മഴയത്ത് നമ്മുടെ സ്വന്തം നിഹാൽ ബ്രോ ആണ്. വെൽക്കം നിഹാൽ ബ്രോ, വെൽക്കം ടു റിയാദ്. എന്തുണ്ട് വിശേഷങ്ങൾ? തന്നെ എന്ത് പറയാം നമ്മളെ റിയാദിലെത്തി? ഫസ്റ്റ് ടൈം എനിക്ക് ഞാൻ ഇവിടെ വരുന്നത്. റിയാദിൽ സോ ഹാപ്പി. ലൈക്ക് ഞാൻ കുറച്ച് ദിവസമായി വീട്ടിലോട്ടൊക്കെ പോയിട്ട്, അപ്പൊ ഇന്നലെ കുറെ പേരെന്നെ കൂട്ടാൻ വന്ന കുട്ടികളും ഫ്രണ്ട്സ് എല്ലാവരും എല്ലാവരും ഒരു ഫാമിലി എനിക്ക് ഫീൽ ചെയ്ത്. ലൈക്ക് എന്ത് പറയും നമ്മുടെ ഹനാൻ ഷാ? ഹനാൻ ഇപ്പൊ ഖത്തറിലാന്ന് പറഞ്ഞു. അതെ, ഫാമിലി ആയിട്ട് എനിക്ക് നിന്ന് അവിടെ ഒരു കോൺസെർട്ട് ഉണ്ടാവും അവിടെ വിളിച്ചില്ല. നമ്മൾക്ക് ഈ വരുന്ന 15-ന് ബാംഗ്ലൂർ ഇവന്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രിപ്പറേഷനിലാണ്. എന്താണ് നമ്മുടെ കാട്ടാളന്റെ വിശേഷങ്ങൾ? കാട്ടാളൻ ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. അതിന്റെ ഒരു റഫ് ഡെമോ സ്കെച്ച് ആയിട്ടുണ്ട്. ബാക്കി കുറച്ച് ലൈവ് എടുക്കാനുണ്ട്, കുറെ ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, കൊയറൊക്കെ എടുക്കാനുണ്ട്. അപ്പൊ ഇനി ഇവിടെ നിന്ന് എത്തിയിട്ട് വേണം അതിന് ഭാഗ്യരിക്കാൻ. കാട്ടാളനോട് ഒരു കോൾ എങ്ങനെയാണ് വന്നത്? ഷെരീഫ്ക്കാണ് എന്നെ വിളിച്ചത്. ഷെരീഫ്ക്ക് ആണ് വിളിച്ചിട്ട് ഒരു പരിപാടി ഉണ്ട് അങ്ങനെയാണ് ഞാൻ കാട്ടാളനോട്. ഞാൻ ആക്ച്വലി ഷെരീഫ്ക്കാണെങ്കിൽ പണ്ട് തൊട്ട് അറിയാം. പക്ഷെ ഞങ്ങൾ കാണുന്നത് ആക്ച്വലി നമ്മുടെ കാട്ടാളുടെ പൂജ കാണും. അതും ഷെരീഫ്ക്ക് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചാണ് പറയണം പറഞ്ഞത്. ഓൾറെഡി അത് ലിറിക്സ് ഒക്കെ എല്ലാം സെറ്റ് ആയോ? ഇല്ല, ഇതിന്റെ സ്ട്രക്ചർ ആയിട്ടുള്ളൂ. അതും ഒരു ഹാഫ് ആയിട്ടില്ല ആക്ച്വലി. ആ ട്രാക്കിന് എൻട്രൻസ് ലൈക്ക് ഒരു എൻട്രി പറ്റി മാത്രം ആയിട്ടുള്ളൂ. ബാക്കി ഞാൻ കമ്പോസ് ചെയ്യണം, പ്രൊഡക്ഷൻ ചെയ്യണം, പണിയുണ്ട്. ദിവസം ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മനോഹരിയില്ലേ, മനോഹരി, അതിന്റെ ഒരു 4 വരി ഞങ്ങൾക്ക് വേണ്ടി പോടോ. അതിന്റെ ഒരു അപ്ഡേറ്റും ഉണ്ട്. മനോഹരിയില് സോ അത് ഇലക്ട്രോണിക്കലി ആണ്. സോ മുത്തും എന്നെ വിളിച്ച പാട്ട് പാടാനായിട്ട്. മനോഹരി അന്തർ മുഖി നിലോലമായികെ നിഹാരമി നിലാവനി സൊലോല ചന്ദ്രികെ മനോരമೆ ಲೋಚನೆ ನಿ ಮೋಹಗಾಯಿಗೆ ಇರಣ್ಮಯೇ ನುರಾಗಮೇ ಪ್ರೇಮ ಬಾಜನೆ मैंने प्यार किया मैं तो मर गया. അപ്പോൾ ഒരു ജേണി ഉണ്ടല്ലോ സ്റ്റാർട്ടിങ് മുതൽ. എന്ത് തോന്നുന്നു ഈ ഒരു സ്റ്റാൻഡിങ്ങിൽ ഇപ്പോഴൊരു കണ്ടീഷനിൽ പിന്നെ പുറത്ത് നോക്കിയാൽ ഹാപ്പിയാണോ? ലൈക്ക് എനിക്ക് അന്നും ഹാപ്പിയാണ്, ഇന്നും ഹാപ്പിയാണ്. ദ ഓൺലി തിങ് ഞാനത് പാതിക്ക് വെച്ച് പോയില്ല എന്നുള്ളൊരു സന്തോഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇറ്റ് വാസ് എ വെരി ലോങ് ജേർണി. ഓൾമോസ്റ്റ് 10 വർഷമായി ഇപ്പൊ ഇൻഡസ്ട്രിയിൽ. അപ്പോ സോ എന്റെ ആദ്യത്തെ പട്ടറിയാലോ, മറ്റേ ലാലേട്ട അത് തുടങ്ങി ഇപ്പൊ ഇത്രയും എത്തിയതിലും എനിക്ക് ഇതിൽ ഇപ്പോഴും നിൽക്കാൻ പറ്റിയതിലും ഞാൻ വളരെ ഹാപ്പിയാണ്. താങ്ക് ഗോഡ്. വീട്ടിലുള്ള ഒരു പ്രാർത്ഥന എടുത്ത് നമ്മുടെ ചെകുത്താന്റെ ഒരു സിനിമയിൽ എത്തിപ്പെട്ട എങ്ങനെയാ? ചെകുത്താൻ ആക്ച്വലി സിനിമ അല്ല, ഒരു ഇൻഡിപെൻഡന്റ് സോങ് ആണ്. ഞാൻ ആക്ച്വലി ഞാൻ എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്റെ മൂവി ആയിരുന്നു. മോഹൻലാൽ എന്റെ ഫസ്റ്റ് ഞാൻ ഡെബ്യൂ ആയിരുന്നു ആക്ച്വലി പൊസിഷൻ. സോ ചെകുത്താൻ അത് കഴിഞ്ഞിട്ട് ഇൻഡി സോങ് ഞാൻ ഞാൻ ആശാനും കൂടി ആശാന്റെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു, അതിനോട് പറഞ്ഞ് പിന്നെ അവിടെ ഞാൻ അത് കമ്പോസ് ചെയ്ത് പിന്നെ അതിന്റെ വരി എഴുതി. സോ ഇൻഡിപെൻഡന്റ്ലി ഈ ഫസ്റ്റ് സോങ് അല്ല ചെകുത്താൻ, പക്ഷെ ബെസ്റ്റ് കമ്പോസിഷൻ എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു സോങ് ആണ് ചെകുത്താൻ. അതിലൊരു 2 വരി പാടും. കാലമേ പോയിടാം നേടിടാം പൂക്കളായി മാറുമീ ചിന്തയായി ഓരു നീ കാലമേ. ഇപ്പൊ നെഹൽപുറ നമ്മുടെ റിയാദിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ ബ്രീസ് ഹോട്ടലിന്റെ ഒരു ഇനാഗുറേഷൻ പ്രോഗ്രാംസിലാണ്.
എങ്ങനെയാണ് ആ ഒരു അതിന്റെ ഒരു അപ്ഡേറ്റ് പറയുന്നത്? സോ എന്നെ ഷാദ് ബ്രോ എന്നെ ആക്ച്വലി മെസ്സേജ് അയക്കുന്ന ആദ്യം. ആൻഡ് ഞാൻ ഭയങ്കര വലിയ സോഷ്യൽ ആങ്സൈറ്റി ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ മറ്റേ ലൈക്ക് ഈ കോൺസെർട്ട് തന്നെ ഞാൻ പുഷ് ചെയ്യുന്ന എൻ്റെ ലിമിറ്റ് തന്നെ അത് കുറച്ച് ഞാൻ തന്നെ അയ്യോ എന്ന് വെച്ചിട്ടാണ്. സോ ഇങ്ങനൊരു സെറമണിക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. എനിക്കിപ്പോഴും എൻ്റെ ഉള്ളിൽ ക്വസ്റ്റൻ ഉണ്ട്, വൈ മീ ക്വസ്റ്റൻ ഇപ്പോഴും ഉണ്ട്. മേബി അത് കുറച്ച് എനിക്ക് ഈ ഒരു ഇവന്റ് കഴിയുമ്പോൾ ഞാനത് ഓക്കെ ആവുമായിരിക്കും. സോ വൈ മീ എന്നുള്ള ഒരു ഉത്തരം എനിക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്നറിയാൻ. അല്ല, ഞങ്ങളെയൊക്കെ ആഗ്രഹം അതാണ് നിഹാൽ ബ്രോ ഒരുപാട് ഇനാഗ്രേഷനിൽ പങ്കെടുക്കുക. അപ്പൊ ആദ്യമായിട്ടാണോ എനിക്കൊന്ന് റിയാദിൽ എത്തുന്നല്ലേ? എന്താണ് റിയാദിൽ എത്തിയിട്ട് ഒരു ഫീൽ എങ്ങനെയാണ് തോന്നിയിട്ട് റിയാദിലൊക്കെ വന്നിട്ട്? ദുബായിലൊക്കെ ഒരുപാട് ഷോ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? സോ ദുബായായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന തോന്നാറില്ല എനിക്ക്. അല്ലെങ്കിൽ രണ്ട് വൈബാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് ഇന്നലെ നമ്മൾ വണ്ടി വന്നപ്പോ നമ്മൾ കൂടുതൽ ബ്രോ പറഞ്ഞത് സോ റിയാസ് ഫീൽ ലൈക്ക് ഹോം കേട്ടോ. അപ്പൊ എനിക്കും അതാണ് എനിക്കും ഫീൽ ചെയ്യുന്നത്. ലൈക്ക് സോ റിയാസ് ഫീൽ ലൈക്ക് ഹോം. ദുബായ് ഇസ് എ പ്ലേസ് വേർ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ എനിക്ക് തോന്നുന്നു. ഇവിടെ ഒന്നുണ്ട് കുറച്ചും കൂടി സൗണ്ടിങ്ങും ഹാപ്പനിങ്ങും എല്ലാം. സോ കംഫർട്ടബിൾ എനിക്ക് ഇവിടെ ഒന്ന് ഫീൽ ചെയ്യണം. എന്താ സൗദിയെ പറ്റി മുന്നേ ഒക്കെ കേട്ടിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു സൗദി ഒരു അതായത് ഇപ്പൊ ഒരു കഴിഞ്ഞ ഒരു 10-5 വർഷത്തിന്റെ ഇടയ്ക്കിട്ടാണ് സൗദി ഒരുപാട് ഓപ്പൺ ആയിട്ടുള്ള കാര്യം ഒരുപാട് ഞാൻ അത് കേട്ടിട്ടുണ്ട്. സോ ഇത് ഭയങ്കര ഒരു ഇലക്ട്രിക് പ്ലേസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കേട്ട പോലെ അല്ല. ഞാനിപ്പോ ഫസ്റ്റ് ടൈം വന്നപ്പോ എനിക്ക് ഫീൽ ചെയ്തത് കുറച്ചും കൂടി എല്ലാം റിസർവ്ഡ് ആണ്. പക്ഷെ ആ ഒരു ബൗണ്ടറി വെച്ച് എന്ത് ചെയ്താലും ഇവിടെ ഓക്കെ ആണെന്ന് എനിക്ക് പേഴ്സണലി ഞാൻ ഇന്നലെ എന്റെ ഈ ഒരു ഇന്ന് വരെയുള്ള ഒരു എക്സ്പീരിയൻസ് സംസാരിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ടല്ലോ. പാട്ട് പാടുമ്പം ആ ഒരു ബുദ്ധിമുട്ട് കാണാറില്ല. നമുക്ക് നല്ല ഒരു ക്ലിയർ ആ ഒരു സോങ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഇതിനെപ്പറ്റി പറയാൻ എന്റെ പപ്പയ്ക്കും വിക്കലുണ്ടായിരുന്നു. അപ്പൊ എനിക്കും ഓട്ടോമാറ്റിക്കലി വിക്കല് കിട്ടി. ഞാൻ അതിൽ ഇന്ന് വരെ എനിക്ക് ഇടയ്ക്ക് അതിൻ്റെ ഉള്ളു അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. എനിക്കിപ്പോൾ എൻ്റെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടും പ്ലസ് ആയിട്ടും എനിക്ക് തോന്നുന്നത് എൻ്റെ വിക്കൽ തന്നെയാണ്. ഈവൻ സ്കൂളിലും എനിക്ക് മറ്റേ മാം ക്വസ്റ്റ്യൻ ഒക്കെ വയ്ക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് സമയം എടുത്ത് പറയുന്നുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്കിവിടെ എസ്കേപ്പ് ആയി. ആൻഡ് ഇപ്പോഴും എനിക്ക് എനിക്ക് ഇഷ്ടമാണ് ഞാൻ നിൽക്കുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് ഇപ്പൊ ഞാൻ നാളെ കുറച്ച് ഇൻഷാ അല്ലാഹ് എനിക്ക് വിക്കലുണ്ട് എന്നും ഒരാളോട് പറഞ്ഞ് സംസാരിക്കാൻ പറ്റാത്തൊരു ഒരു പ്ലേസിൽ എത്തട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അല്ല, അത് എനിക്ക് തോന്നുന്നു ദൈവത്തിന്റെ ഒരു പടച്ചോന്റെ അനുഗ്രഹമാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ അല്ലേ? അത് ആർക്കും അങ്ങനെ കിട്ടാത്ത ഒരു സംഭവമാണ്. പാട്ട് പാടുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് എന്താ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. ഓക്കെ, നിഹാൽ ബ്രോ നമ്മുടെ ചിറാപ്പുഞ്ചി മഴയത്തെ ആ ഒരു സോങ് അല്ലേ, അതിൽ അതിന്റെ പിന്നാമ്പുറം ഒന്ന് അതില് സുഹൈൽബായുടെ ഒരു മെസ്സേജ് എന്ന് ട്രാക്ക് ഉണ്ടായിരുന്നില്ലേ, ആ 4 വരി. അവിടെ നിന്ന് ഞാനത് എനിക്ക് കാണിച്ചിരുന്നത് നമ്മുടെ വേറെ ഫ്രണ്ടാണ് ആക്ച്വലി. അപ്പോ പുള്ളി എനിക്ക് 4 വരി ഭയങ്കരമായിട്ട് ഞാൻ ഇത് തന്നെ ഫുൾ ടൈം മൈൻഡിൽ ചിറാപ്പുഞ്ചി മഴയത്ത് തോന്നിയത് ചിറാപ്പുഞ്ചി മഴയത്ത് ഇങ്ങനെ മനസ്സിലായിട്ട് പിന്നെ ഞാൻ വെച്ചതൊരു നല്ലൊരു എന്റെ വായന തന്നെ പോകുന്നില്ല. അപ്പൊ എനിക്ക് ഫീൽ ചെയ്ത ലൈക്ക് ഇതൊരു കുറച്ചും ഒന്ന് പണിയെടുത്താൽ കുറച്ച് അടിപൊളിയാക്കാൻ പറ്റുമെന്ന്. സോ അങ്ങനെ ഞാൻ ആ ട്രാക്കിലെ ട്യൂൺ ചെയ്താണ് ലൈക്ക് എന്നെ കമ്പോസ് ചെയ്തത്. സോ ഇതൊരു വലിയൊരു പ്രോസസ്സായിരുന്നു. ലൈക്ക് ഒരുപാട് പേര് ഹെൽപ്പ് ഉണ്ടായി. ലൈക്ക് പ്രോഗ്രാമേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിലും ലിറിസിസ്റ്റ്. സോ ഇതൊരു വലിയൊരു ബിഗ് ഒരു കൂട്ടായ്മയാണ് ആക്ച്വലി ഒരു ട്രാക്ക് ഉണ്ടാവാൻ കാരണം. എന്താണ് അതിലെ ഓരോ വാക്കുകളും ഓരോ വരികളും അർത്ഥവത്തായ ഒരു വരികളാണ്. അത് എങ്ങനെയാണ് അത് മനസ്സിൽ തോന്നിയത്? അത് സുഹൈൽ കോയാണ് അത് വരികൾ എഴുതിയിരിക്കുന്നത്. സുഹൈൽ ഭായിനോട് ചോദിക്കണം എങ്ങനെയാണ് വരികൾ എഴുതിയത്. ആൻഡ് ഇത് ലൈക്ക് വെരി ലെജൻഡറി ലൈക്ക് one of the കിഡ്ലൻ lyricist ആണ് ലൈക്ക്. പുള്ളിക്ക് ഇതൊരു പുട്ടുംപഴം സീൻസ് ആണ് ആക്ച്വലി. എന്താണ് ന്യൂ പ്രോജക്റ്റ് ഒക്കെ എന്താണ് ഇപ്പൊ കാട്ടാളൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ വാമൻ ചെയ്ത് കഴിഞ്ഞു ഓൾമോസ്റ്റ്. പിന്നെ ഇൻഡിപെൻഡന്റ്ലി കുറച്ച് ട്രാക്കുകളുണ്ട്.
കുറച്ച് തമിഴ് ട്രാക്സും മലയാളവും ഇറങ്ങാനുണ്ട്. പിന്നെ വേറെ 2 മൂവി ഓൾമോസ്റ്റ് കമ്മിറ്റഡ്. അതിന്റെ ഇങ്ങനെ പ്രീ പ്രൊഡക്ഷൻ ഹാപ്പനിങ് ആണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് നമ്മളോടൊപ്പം കുറച്ച് സമയം പങ്കെടുത്തതിന്. എന്താണ് നമ്മുടെ റിയാദിലെ വ്യൂസിനോട് പറയാനുള്ളത്? എന്താണ് നമ്മുടെ സൗദി അറേബ്യയിലെ നിങ്ങളെ കാത്ത് നിങ്ങളുടെ സോങ്ങുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റിയാദിൽ, എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്? സുനിയും നല്ല പാട്ടുകൾ എൻ്റെ ഭാഗത്തു നിന്ന് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ എനിക്ക് ഇതുവരെ കിട്ടിയ സപ്പോർട്ടും ലൈക്ക് ഞാൻ ആ ഒരു ഫയർ കളയാതെ ഞാൻ നോക്കും എൻ്റെ ഭാഗത്തുനിന്ന്. അതെ. സോ യാ പ്ലീസ്. നമ്മുടെ ആ 4 പാട്ടിലൂടെ നമുക്ക് അവസാനിക്കാം. ചിറാപ്പൂഞ്ചി. ഓക്കെ. പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ, കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്. Thank you so much, bro. See you all there. I'll see you all there. Bye. Bye.